ഗരം മസാല ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ചിക്കൻ തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒരു 10 കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 8 എടുത്തിട്ടുള്ളത്, പിന്നെ 2 കൂടി കൂട്ടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, ഒരു 3 ടീസ്പൂൺ അളവിൽ പച്ചമല്ലി, സാധാ മുഴുവനുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് മുഴുവനുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് വറുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് അത് സെയിം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. ഒരു 3 തക്കാളി, മീഡിയം സൈസിലുള്ള 3 തക്കാളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ അത് ചൂടാറി കഴിയും. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് നമുക്കിനി പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ഒരു തക്കാളി സവാളയുടെ ആ കൂട്ടും ചൂടാറി വന്നാൽ അതും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കത് അരച്ച് എടുത്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതേ സെയിം പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രോസൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ പച്ചച്ചോയ അതൊക്കെ മാറുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 700 ഗ്രാം, 1/2 കിലോൻ്റെ കൂടുതലുണ്ട് ചിക്കന്. ഒരു 3/4 കിലോ ചിക്കൻ ഏകദേശം ഉണ്ടാവും. ആ ചിക്കന് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളി സവാള പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതൊരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കനിൽ നിന്നും കുറച്ചും കൂടി ചാറ് ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒന്നും കൂടി വറ്റി വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. എന്നാലേ നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് 1/4 ഭാഗം മസാല നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മസാല പൊടികളും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരു മുഴുവനെ ഉള്ള ചെറുനാരകം കൂടി പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കൂടി പോകണ്ട. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നന്നായി പാകത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പുണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഇപ്പോൾ കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എരിവൊന്നുമില്ല, ഒട്ടും എരിവില്ലാത്ത, അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പാകത്തിനുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ പുതിന ഇല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ കുഴപ്പമില്ല, മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ചിക്കന് തയ്യാറായി വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇത് രാത്രി ഡിന്നറിൻ്റെ കൂടെ ചപ്പാത്തിയിൽ, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ഉച്ചക്ക് ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.